ഹായ്, വീണ്ടും ഒരു ഫ്രീ സ്റ്റോക്ക് കാറ്റലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലെ കളേഴ്സ് എല്ലാം പുതിയതാണ്. നമ്മൾ ഓൾറെഡി ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻസ് ഒരുപാട് ഡിസൈൻസ് ഇങ്ങനത്തെ കാണിച്ചിട്ടുണ്ട്. ലിനൻ ജൂട്ട് ഫാബ്രിക് ആണ്, അത് രണ്ടിൻ്റെയും ബ്ലെൻഡാണ്. റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് കളേഴ്സ് എല്ലാം നല്ല ഇതുണ്ട്. ഒരു റാണി കളർ, ഇതിന് ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ ഒരു കളർ ഷെയ്ഡിന് വളരെ അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കും. റാണി ഉണ്ട്, ആപ്പിൾ ഗ്രീൻ ഉണ്ട്, പിന്നെ ഒരു ബ്രിക്ക് ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ബേൺഡ് റെഡ് എന്ന് പറയാം. ഓറഞ്ച് അല്ല, കുറച്ചൊരു റെഡ് ബ്ലെൻഡാന്ന് തോന്നുന്നു. ബേൺഡ് റെഡ് കളറുണ്ട്, പിന്നെ ഒരു മാംഗോയിലെ കളറുണ്ട്. 4 കളർ ഷെയ്ഡ്സ് ആണ് ഇതിലിങ്ങനെ. ആപ്ലിക് വർക്കാണ് യൂസ് ചെയ്യുന്നത്. അതായത് ദുപ്പട്ടയുടെ ആ ഒരു സെയിം ഫാബ്രിക്കിൽ വരുന്ന ആപ്ലിക്കാണ് ഇതിലിങ്ങനെ ഇടയ്ക്കൂടെ യൂസ് ചെയ്തേക്കുക. ഡീറ്റെയിൽസ് നോക്കാം. പക്ഷെ നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ ഇത്. ഈ ഒരു കളർ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും. റാണി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ബട്ട് നമ്മളെപ്പോഴും കാണുന്ന ഒരു റാണിയല്ല. കുറച്ചും കൂടെ ഇതൊരു വാട്ടർ മെലോൺ പിങ്കിൻ്റെയും ഒരു മിക്സ് വന്നിരിക്കുന്ന പോലത്തെ ഒരു കളർ ഷെയ്ഡാണിത്. ലിനൻ ജൂട്ട് ഫാബ്രിക് ആണ്. ഇതിലിങ്ങനെ ടോപ്പിന്റെ, അതായത് ദുപ്പട്ടയുടെ ഫാബ്രിക് കൊണ്ടുള്ള ആപ്ലിക് വർക്കാണ് ഇതിൽ. നമ്മളിങ്ങനെ ഈ ഫ്ലവർ പോലെ നമ്മൾ കാണുന്നത് പ്രിന്റ് അല്ല, എംബ്രോയിഡറി അല്ല, ആപ്ലിക് പാറ്റേൺ ആണ്. പിന്നെ ഇടയ്ക്കൂടെ സ്കാറ്റർ ചെയ്ത് മിറർ വർക്ക്സ് പോയിട്ടുണ്ട്. ദുപ്പട്ട ലിനൻ ബേസ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ലിനൻ ദുപ്പട്ടയിലാണ് ആ ഒരു ഇതുണ്ട്, ഫുൾ പ്രിന്റഡ് ആയിട്ട് വരും. ആ ഒരു പാച്ചാണ്, ആപ്ലിക് ആണ് ടോപ്പിൽ നമ്മൾ കൊടുത്തേക്കുക. ബേസ് കളറിന്റെ ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള കോമ്പിനേഷൻസിലാണ് ഫ്ലോറൽ വർക്ക്സ് പോയേക്കുക. ഇതാണ് അതിന്റെ ലുക്ക് വന്നിരിക്കുന്നത്. നല്ലൊരു ആപ്പിൾ ഗ്രീൻ അല്ല, ഇച്ചിരി പിസ്ത കളറാണ് കേട്ടോ. ആപ്പിൾ ഗ്രീൻ കുറച്ചുകൂടെ ലൈറ്റ് അല്ല, ഇച്ചിരി ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന, അതായത് പിസ്തയുടെയും ആപ്പിളിൻ്റെയും കൂടെ ഒരു നടുക്ക് നിൽക്കുന്ന കളർ ഷെയ്ഡ്. ഇതിൽ മിറേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ പാച്ച് വർക്കും ഉണ്ട്. പാച്ചിൽ ആപ്ലിക് വർക്കിൽ ബേസ് കളറിനോട് തന്നെ മാച്ചിങ്, അതായത് ഒന്നെങ്കിൽ ലൈറ്റ്, അതിൻ്റെ തന്നെ ഡാർക്ക്, ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആയിരിക്കും പ്രിന്റിൽ, ആ ഫ്ലോറൽ പ്രിന്റിൽ യൂസ് ചെയ്തേക്കുന്നത്. നമുക്കിതൊരു ഡെയിലി വെയർ സ്റ്റൈലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഈ ഒരു ലിനൻ ജൂട്ട് കളക്ഷൻ. നല്ല കംഫർട്ടബിൾ ആണ്. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുക. സിമ്പിളായിട്ട് നിൽക്കുന്ന ലിനൻ, നല്ല ഒതുങ്ങി ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിടക്കുന്ന ടൈപ്പ് ദുപ്പട്ടയാണ് ഇതിൽ. അതിൽ ആ ഒരു ചെറിയ സിൽവർ ബോർഡർ ചെയ്തിട്ടുണ്ട്. അതൊന്നും അത്രയും ഹൈലൈറ്റഡ് അല്ല ഈ ടൈപ്പ് ബോർഡർ വരുന്നതിൽ. ഫുള്ള് ഈ ഒരു ഫ്ലോറൽ വർക്ക് ആയതുകൊണ്ട് തന്നെ ആണ് ലുക്ക്. സോ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഒരു ബാൻഡ് ഓറഞ്ച് അല്ല, ഒരു ബാൻഡ് റെഡ് എന്ന് പറയാം. ആ ഒരു ബാൻഡ് ഓറഞ്ചിനകത്തൊരു റെഡ് ചൂടെ ഹൈലൈറ്റഡ് ആണെന്ന് തോന്നുന്നു ഈ ഒരു കളർ ഷെയ്ഡ്. ചൂടെ വെറൈറ്റിയാണ് ഈ കളർ ഷെയ്ഡ്. നമ്മൾ ഈ ടൈപ്പ് ഡിസൈൻസ് കൊണ്ടുവന്നതിൽ ഈ കളേഴ്സ് എല്ലാം പുതിയതാണ്. ഇതാണ് എൻ്റെ ലുക്ക് വന്നിരിക്കുക. ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഫുൾ ഫ്ലോറൽ വർക്ക്ഡ് വരുന്ന ലിനൻ ദുപ്പട്ട ആൻഡ് ടോപ്പ് ലിനൻ ജൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ആൻഡ് പ്രൈസ് യൂഷ്വലി നമ്മൾ ഇതുവരെയും കുറേ കാറ്റലോഗ്സ് ഈ ടൈപ്പ് കണ്ടിട്ടുണ്ട്. സെയിം പ്രൈസ് 1380. ഇപ്പോൾ ലാസ്റ്റ് കളർ ഈ ഒരു മാംഗോ യെല്ലോ കളർ ഷെയ്ഡാണ്. ഓൾമോസ്റ്റ് മിക്ക എല്ലാ ടൈപ്പ് കാറ്റലോഗ്സിലും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കളറാണ് ഈ ഒരു മാംഗോ യെല്ലോ. പിന്നെ പല യെല്ലോ വേരിയൻസും വരാറുണ്ട്. ഇത് നമ്മളിപ്പോൾ ജോർജറ്റിലാണെങ്കിലും അല്ലാത്ത ഫാബ്രിക്സിലാണെങ്കിൽ ഈ ടൈപ്പ് ഒരു മാംഗോ യെല്ലോക്കാണ് കുറച്ചും കൂടെ നോർമൽ രീതിയിലേക്കാളും കുറച്ചുകൂടെ ഡിമാൻഡഡ് ആയിട്ട്. അതായത് ഈ ഒരു ഷെയ്ഡ് എല്ലാവർക്കും ഭയങ്കര മാച്ചിങ് ആണ് ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നത്. നല്ല ഒരു ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന മാംഗോ യെല്ലോ ആണ്. ആപ്ലിക് പാച്ച്, അതിൽ മിറേഴ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പിൽ വരുമ്പം ദുപ്പട്ട വന്നിട്ട് സിമ്പിൾ ആയിട്ട് ഫുൾ ഫ്ലോറൽ വർക്ക്. ബോർഡറിൽ വരുമ്പം ഒരു ലിനൻ ബോർഡർ വന്നിരിക്കുന്നു. 1380 ആണ് പ്രൈസ്. താങ്ക് യു.